ഇങ്ങനെ ഒരു വഴി നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല, അത് ഉറപ്പാണ്. ഇനി നിങ്ങൾ ഇത് തന്നെ ചെയ്യാൻ ചാൻസും കൂടുതലാണ്. കാരണം അത്രയും നല്ല എളുപ്പമാണ്, അത്രയും നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാഷ്യൂനട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗീലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ 2 മുട്ട, ആവശ്യത്തിന് പഞ്ചസാര, ഒരുപാട് പഞ്ചസാര ചേർക്കണ്ട കേട്ടോ. പിന്നെ ഏലക്ക പൊടി അതൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതാ നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഇതൊക്കെ നമുക്ക് അറിയുന്നില്ലേ എന്ന് ചിന്തിക്കേണ്ട. അതാ ഇനിയുള്ള കാര്യങ്ങളാണ് അടുത്തതായി വരുന്നത്. അപ്പോൾ ആ ഒരു മുട്ടയിലേക്ക് ഒന്ന് റോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ തേങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ പഴം, നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള പഴം ഉടച്ചെടുത്തിട്ട് ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക്, നിങ്ങൾക്ക് എത്രത്തോളം ആൾക്കാരുണ്ടോ അതിനനുസരിച്ചുള്ള വലുപ്പത്തിലുള്ള പാൻ എടുക്കാം കേട്ടോ. പാനിൽ ആദ്യം പഴം, പിന്നെ ഫില്ലിങ്സ്, പിന്നെയും പഴം കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് 2 ഭാഗം ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഓയിലിട്ട് പൊരിക്കണ്ട, വറുക്കണ്ട, ഉരുട്ടണ്ട, പരത്തണ്ട, ഒരുപാട് മെനക്കേടില്ലാണ്ട് കുറേ പേർക്ക് ഒരുമിച്ച് കഴിക്കാം. അപ്പോൾ വീഡിയോ